കബിൻ വേനു വേണ്ടി കനകോലുവിനേക്കാൾ കൂടുതൽ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തത് എൽദോയായിരുന്നു. ആ തന്ത്രങ്ങൾ വിജയിച്ചിരിക്കുന്നു എൽദോ. അതായത് കപ്പൽ മുക്കി എൽദോ കൂടി ചേർന്നുകൊണ്ടാണ് ആറന്മുളയിലെ ആ കപ്പൽ മുക്കിയത് എന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം വീണ ചേച്ചി മന്ത്രിയായിരിക്കും മുമ്പ് വീണ ചേച്ചി ഞാൻ ഒരേ ദിവസം ഒരേ സ്ഥാപനത്തിൽ ജോലി വളരെ സൗഹൃദം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് ഞാൻ വീണ ജോസ് തമ്മില്. പക്ഷേ അതിനേക്കാൾ ഉപരി ഞാൻ സ്കൂൾ ബാഗ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അഭിൽ വർക്ക് ചെയ്തത്. ഞങ്ങൾ ഒരുമിച്ച് KSRTC തൂങ്ങി നിൽക്കുമ്പോൾ ഇവരെ വട്ടം പിടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് അഭിൽ വർക്ക് എന്താണെങ്കിലും ആ കപ്പൽ മുങ്ങിയിരിക്കുന്നു, ക്യാപ്റ്റൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും വെള്ളത്തിലാണ് നിരവധിയായ നേതാക്കൾ. അവർ നീന്തി കരകയറുവാനുള്ള ശ്രമമാണ്. വീണ ജോർജ് അതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ആ കപ്പൽ മുങ്ങിയപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം സംഭവിച്ചത് വീണ ജോർജിന് തന്നെയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ യാഥാർത്ഥ്യം എന്തായാലും ഒരു ക്യാപ്റ്റൻ ഉണ്ടായെങ്കിലും കപ്പൽ മുങ്ങും എന്നൊരു യാഥാർത്ഥ്യം ഇപ്പോഴെങ്കിലും 50,000-ന് മുകളിൽ വോട്ടിന് ജയിച്ച 2 പേർ കൂടി നമ്മുടെ കേരള നിയമസഭയിലുണ്ട്. അതിലൊന്ന് ഉമാ തോമസ് ആണ്. രണ്ടാമത്തത് ചാണ്ടി ഉമ്മനും ഉമാ തോമസും 50,000-ന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ്. ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. KN ബാലഗോപാൽ വീണ്ടും മുന്നിൽ കയറിയിരിക്കുന്നു. 905 വോട്ടിനാണ് ഇപ്പോൾ KN ബാലഗോപാൽ. ഒരു പക്ഷേ അവസാന ലാപ്പിലേക്ക് ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമ്പോൾ കൊട്ടാരക്കര ആരെ തുണയ്ക്കുമെന്നത് അറിയില്ല. രഞ്ജിത്ത് ഇതിന്റെ തുടക്കം മുതൽ സൂചിപ്പിക്കുന്നുണ്ട്, പ്രതിപക്ഷ നേതാവാകാൻ നല്ലൊരു നേതാവ് വേണം, അങ്ങനെ കുറച്ചു പേരെങ്കിലും വിജയിച്ചു വരണമെന്ന്. ആ പട്ടികയിൽ KN ബാലഗോപാൽ ഉണ്ടാകുമോ എന്നതിൽ ഇപ്പോഴും ഉറപ്പൊന്നുമില്ല. 905 വോട്ടുകൾക്കാണ്. എന്തായാലും പി രാജീവ് അവിടേക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ CP ജോണിന്റെ ഭൂരിപക്ഷം ഏതാണ്ട് 9,000-ഓളമാണ് കേട്ടോ. നല്ല ഭൂരിപക്ഷത്തിൽ CP ജോൺ ഇടയ്ക്കൊന്ന് പതറിയിരുന്നു, ഒന്ന് പിന്നോട്ട് പോയിരുന്നു. പക്ഷേ CP ജോൺ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ അവിടെ വിജയിച്ചു എന്നുള്ള വാർത്ത കൂടി. ഫാത്തിമ തഹ്ലിയ ജയിച്ചു. എന്തായാലും അങ്ങനെ വലിയ വിമർശനങ്ങൾ നേരിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലടക്കം നേരിട്ട ഫാത്തിമ തഹ്ലിയ, മാണി സി കാപ്പൻ 2991 വോട്ടിനാണ്. പാലായിൽ ഒരിക്കൽ കൂടി മാണി സി കാപ്പൻ വിജയിച്ചു കയറുന്നു. ഇനിയൊരു അവസരം ജോസ് കെ മാണിക്ക് നൽകില്ല എന്ന് ഉറപ്പിക്കുന്നു മാണി സി കാപ്പൻ എന്നതാണ് മിന്നുന്ന ജയം. ഒരു പക്ഷേ അടുത്ത മന്ത്രിസഭയിൽ ഇടം നൽകേണ്ടതായി വരുമോ എന്നത് അറിയില്ല. അത്തരത്തിലൊരു വിജയമാണ് മാണി സി കാപ്പൻ്റേത്. കാരണം പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് അമ്പേ പരാജയപ്പെട്ടു.